അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പം ടൈം എന്ന് പറയുന്നത് 6:22 ഞങ്ങളിനിപ്പോൾ തൊഴാൻ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരത്തത് ഉച്ചക്കല്ലേ ഫസ്റ്റ് തൊഴുന്നത്, രാവിലത്തെ പറ്റിയില്ല, അതിന് നാളെ രാവിലെ കൂടെ പോയി തൊഴണം. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പോയി തൊഴാൻ നിൽക്കുകയാണ്. ഞാൻ അപ്പം റെഡി ആയി കഴിഞ്ഞു, കണ്ടോ അല്ലേ അപ്പോൾ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഏട്ടൻ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് വന്ന് കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് നന്നായിട്ട് ഉറങ്ങി. കാരണം രാവിലത്തെ ട്രെയിനിൻ്റെതാണെങ്കിലും പിന്നെ എത്തിയിട്ടുള്ള അലച്ചിലാണെങ്കിലും അതൊക്കെ കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അങ്ങനെ കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി. എന്നിട്ട് പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് അപ്പോൾ പോകാൻ നിൽക്കുന്നത് കേട്ടോ. ഏതിലേക്ക് നോക്കിയാലും വേണ്ടില്ല, ഫോട്ടോ അല്ല വീഡിയോ ആണ്. മാറ്റിക്കഴിഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം. എനിക്ക് ആനിവേഴ്സറിക്ക് ഏട്ടൻ വാങ്ങി തന്ന ഡ്രസ്സാണ് കേട്ടോ. ഓണായിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് ഉള്ളിലേക്ക് പോകുന്നത്. പൂവ് അപ്പോൾ ദീപാരാധന ടൈമിലേക്ക് പൂവ് വയ്ക്കുന്നത് നല്ലതാണ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വെച്ചോളാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു താമര, ഒരു റോസ്, മുല്ല, പിന്നെ ജമന്തി, തുളസി, ഇത്രയാണ് കേട്ടോ. തൊഴുതിട്ട് വരാം. എന്നാലും നിറയെ ലൈറ്റൊക്കെ തൂക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു പ്രത്യേക എനർജി വൈകുന്നേരം വന്നപ്പോൾ. വൈകുന്നേരത്തെ ദർശനം കഴിഞ്ഞിറങ്ങി. ദർശനം എന്നൊക്കെ പറഞ്ഞത് എൻ്റെ 3ാമത്തെ ടൈമാണ് മൂകാംബികയ്ക്ക് വരുന്നത് ആക്ച്വലി. പക്ഷേങ്കിൽ ഇത്തവണ വന്നപ്പോഴാണ് എനിക്ക് മനസ്സ് നിറഞ്ഞത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി ദീപാരാധന കണ്ട് ആരതി കിട്ടി. അപ്പോൾ അതിന് വലിയൊരു ഭാഗ്യമൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കണു. സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര തൃപ്തിയാവില്ലേ. കുറച്ച് നേരം നിന്നെങ്കിലും കൂടി. പക്ഷേ രാവിലത്തെ അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചത്തെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, മനസ്സ് നിറഞ്ഞു. നമുക്ക് നേരെ നിന്ന് തൊഴാനും പറ്റും. ഒന്നും തള്ളും ഇല്ലാതെ ഭഗവതിനെ നിന്ന് കാണാമെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. അത് ഞങ്ങൾക്ക് കിട്ടി. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങട്ടെ, ഫുഡൊക്കെ കഴിക്കട്ടെ. നാളെ രാവിലെ ഒന്ന് തൊഴണം. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിച്ചു തരാം കേട്ടോ. രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ റൂമെത്തി. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നാളെ രാവിലെ പോയി തൊഴണം. നേരത്തെ പോകണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ രാവിലത്തെ ബാക്കി വീഡിയോസും വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.